ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ ഗൗരി ശങ്കരത്തിന്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം. അപ്പൊ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ ശങ്കറിനെയാണ്. അപ്പൊ ആ ശങ്കർ ബാറി കയറിയിട്ട് ഭയങ്കരമായിട്ട് കുടിക്കുകയാണ് കേട്ടോ. അപ്പൊ ഇത് കണ്ട് അജിത്തും ജോജുവിനും സഹിക്കാൻ പറ്റിയില്ല. മാറി ശങ്കർ ഭായി, ഇത് എന്തേ കാണിക്കുന്നത് എന്ന് ചോദിച്ച ശങ്കറിനെ വലിച്ചുകൊണ്ട് ഇവര് പുറത്തേക്ക് അങ്ങ് പോവാണ് കേട്ടോ. അപ്പൊ ശങ്കർ എനിക്ക് വേണം എന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഒരു മലയുടെ മുകളിലേക്ക് ചെന്നു. ശങ്കർ ഭായ്, എന്തായി കാണിക്കുന്നത്? നീയൊക്കെ എന്തിട്ട് തേങ്ങയ്ക്കാടെ എന്നെ ബാറിന്ന് വിളിച്ചോണ്ട് പോകുന്നത്? എന്റെ പൊന്നു ശങ്കർ ഭായ്, ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇന്ന് നടന്ന എന്തെങ്കിലും കാര്യങ്ങൾ ശങ്കർ ഭായിക്ക് ഓർമ്മയുണ്ടോ? എടാ വാഷ് ഔട്ട് അജിത്തെ, ശങ്കർ ഭായിയുടെ ഓർമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല. ഓർമ്മകൾ നശിക്കാനായിട്ടാ ഞാൻ കുടിക്കണത്, എന്നിട്ട് നശിക്കുന്നില്ല. ഏട്ടത്തിയമ്മയെ കാണാൻ പോയിട്ട് എന്തൊക്കെ പ്രശ്നങ്ങളായിരുന്നു ജയിലുണ്ടാക്കിയെന്ന് നീ ചോദിച്ചു നോക്കിയേ. എന്റെ ഗൗരിയെ വിലങ്ങ് വെച്ചോണ്ട് പോണത് ഞാൻ കാണുന്നുണ്ട്. എന്റെ ഫിറ്റ് ഇറങ്ങി തുടങ്ങി. എനിക്കിപ്പൊ കുടിക്കണം, കുടിച്ചേ പറ്റൂ എന്ന് പറഞ്ഞു. ശങ്കർ ഭായി ഇന്ന് ഉച്ചയ്ക്ക് ബാറി കയറിയതാ, എന്നിട്ട് ഇപ്പോഴിറങ്ങുന്നത്. ഇനിയും കുടിക്കണമെന്നാണോ പറയണത്? ആ, എനിക്ക് കുടിക്കണം. കുടിച്ചില്ലെങ്കിൽ എനിക്ക് പ്രശ്നമാവും അജിത്തെ. അതുകൊണ്ടാണ് ഞാനീ പറയണത്. അപ്പൊ ഇവന്മാരിങ്ങനെ നിൽക്കണം. എന്റെ കൈ വിറക്കണത് നീ കാണുന്നുണ്ടോ? അല്ലെങ്കിൽ നോക്ക് നീ. അപ്പൊ ഇവന്മാർക്ക് ദേഷ്യം വന്നു. ഇനി ഒരു തുള്ളി കഴിക്കാൻ ഞങ്ങൾ ശങ്കർ ഭായിയെ സമ്മതിക്കില്ല. അതിന് നിന്റെ സമ്മതം ആർക്ക് വേണോടാ എന്ന് ചോദിച്ചു. എനിക്ക് കുടിക്കണം എന്ന് പറഞ്ഞാൽ എനിക്ക് കുടിക്കണം, കുടിച്ചേ പറ്റൂ. എന്റെ പൊന്നു ശങ്കർ ഭായി, ഇങ്ങനെ കുടിക്കല്ലേ. നിങ്ങൾ ഇങ്ങനെ കുടിക്കുന്നത് കാണാൻ കണ്ടു നിൽക്കാൻ പോലും പറ്റണില്ല. കണ്ടു നിൽക്കാൻ പറ്റില്ലെങ്കിൽ പോടാ. ഇനിയിപ്പൊ എന്തിട്ടൊക്കെ സംഭവിച്ചാലും ഇനി കുടിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ അജിത്തും ജോജുവും. എന്റെ തന്തയുണ്ടല്ലോ, തന്ത ചാരങ്ങാട്ട് മഹാദേവൻ, അറിയോ? ആള് പറഞ്ഞിട്ട് ഞാൻ അനുസരിച്ചിട്ടില്ല. പിന്നെയല്ലേ നിങ്ങൾ പറഞ്ഞാൽ അനുസരിക്കാൻ പോണത്? ഈ ശങ്കർ ഭായി അനുസരിപ്പിക്കാൻ നിങ്ങളൊക്കെ വളർന്നോടാ. വളർന്നെങ്കിൽ പറയടാ എന്ന് പറഞ്ഞു. എന്നിട്ട് എന്താ പറയാ, അജിത്തിന്റെ കവിളിനിട്ട് ഈ ശങ്കർ ആദ്യമായിട്ട് അടിക്കുകയാണ്. ശങ്കർ ഭായി, കുടിച്ചു നിങ്ങൾക്ക് ഭ്രാന്തായോ എന്ന് ചോദിച്ചു. എനിക്ക് ഭ്രാന്തല്ല, എനിക്ക് ഓരോന്നൊരു സ്നേഹം കൂടി. എനിക്ക് എന്റെ ഗൗരിയോട് അത്രയ്ക്ക് സ്നേഹമാ. എനിക്ക് ഭ്രാന്ത് പിടിച്ച സ്നേഹ. ഇവരെ രണ്ടുപേരെയും മാറി മാറി ഇങ്ങനെ തല്ലുകയാണ് കേട്ടോ. അപ്പൊ ഇവന്മാര് കുറെ നേരം കൊണ്ടും എനിക്ക് എന്റെ ഗൗരിയോട് അത്രയ്ക്ക് സ്നേഹാടാ, എനിക്ക് ഭ്രാന്ത് പിടിച്ച സ്നേഹാടാ എന്ന് പറഞ്ഞാണ് ഇവന്മാരെ ഇങ്ങനെ തല്ലുന്നത്. എന്താ ശങ്കർ ഭായി ഇത് എന്ന് ചോദിച്ചോ. ശങ്കർ ഭായി ഞങ്ങളെ വേണേ തല്ലിക്കൊന്നോ, പക്ഷെ ഏട്ടത്തി അമ്മയോട് സ്നേഹം ഉണ്ടെന്ന് ശങ്കർ ഭായി വെറുതെ പറയണതാ. ഞങ്ങളുടെ ഏട്ടത്തി അമ്മയോട് ശങ്കർ ഭായിക്ക് ഒരു തുള്ളി പോലും സ്നേഹമില്ല. നീ എന്താടാ ഇപ്പൊ പറഞ്ഞത് എന്ന് ചോദിച്ചോ. എനിക്ക് എന്റെ ഗൗരിയോട് സ്നേഹമില്ലെന്നോ? ഇല്ല ശങ്കർ ഭായി, ഒരിക്കലുമില്ല. ഞങ്ങളുടെ ഏട്ടത്തി അമ്മയോട് ഒരു തരി സ്നേഹം പോലും ശങ്കർ ഭായിക്കില്ല. ഉണ്ടായിരുന്നെങ്കിൽ ശങ്കർ ഭായി ഇങ്ങനെ കുടിച്ച് നശിക്കില്ലായിരുന്നു. ഏട്ടത്തി അമ്മയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ശങ്കർ ഭായി തീർച്ചയായും ചെയ്തേനെ. ശങ്കർ ഭായി, അന്ന് സ്കൂളിൽ വെച്ച് കൂട്ടായ കാലം തൊട്ട് നിങ്ങളെ ഞങ്ങൾ ചങ്കിലാ കൊണ്ടു നടന്നത്. എന്നിട്ടും നിങ്ങൾ പറഞ്ഞത് ഒരു കാര്യം ശരിയാട്ടോ, ഞങ്ങളുടെ ശങ്കർ ഭായി ഇല്ലേ, അയാള് മരിച്ചു, അത് ഉറപ്പാ. ഇപ്പൊ ശങ്കർ ഭായി പ്രേതമായി കാണുന്നത്. ഇത് ഞങ്ങളുടെ ശങ്കർ ഭായി പഴയ ആളായിരുന്നെങ്കിലുണ്ടല്ലോ, ഏട്ടത്തി അമ്മ പുറത്തു വരുന്നത് വരെ നിങ്ങൾ ഒരു തുള്ളി വെള്ളം പോലും കുടിക്കില്ലായിരുന്നോ? വേണ്ടട്ടോ, നിങ്ങൾ നശിക്കട്ടോ, കുടിച്ച് നശിക്കുക, എന്താന്ന് വെച്ചാൽ ആയിക്കോ എന്ന് പറഞ്ഞു. പാപം ഞങ്ങളുടെ ഏട്ടത്തിയമ്മ. ശരിക്കും ഞങ്ങളുടെ ഏട്ടത്തിയമ്മയെ രക്ഷിക്കാൻ ആരും ഇല്ലാണ്ടായി, ആരും സഹായത്തിനില്ലാണ്ടായി പോയി. പാവം, അല്ലാണ്ട് എന്ത് പറയാനാ എന്നൊക്കെ പറഞ്ഞ് അജിത്ത് കണ്ണൊക്കെ തൂക്കുവാണ് കേട്ടോ. എടാ അജിത്തെ, വാടാ നമുക്ക് പോവാം എന്ന് പറഞ്ഞ് ജോജും അജിത്തും കൂടെ അങ്ങ് പോയി. അപ്പൊ ശങ്കറിന് പിന്നെ മിണ്ടാട്ടമൊന്നുമില്ല. അപ്പൊ ശങ്കർ അതുകൊണ്ട് അവിടെ പോയി മലന്ന് കിടന്ന് എന്താ ഗൗരി ഗൗരി എന്നൊക്കെ വിളിച്ചുകൊണ്ട് ഇങ്ങനെ കിടക്കുകയാണ്. ആളെ പിന്നെ ഫിറ്റ് ആണല്ലോ, മൊത്തം ഫിറ്റ് ഇറങ്ങിയിട്ടില്ല, ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ഇനി എന്താ ചെയ്യേണ്ടത് എന്നിങ്ങനെ ആലോചിച്ചാണ് നിൽക്കുന്നത്. പിന്നെ കാണുന്നത് നമ്മുടെ ചാരങ്ങാട്ടാണ്. അപ്പൊ ചാരങ്ങാട്ടേക്ക് ശങ്കർ എത്തിയിരിക്കുകയാണ്. എന്നിട്ട് ആള് ഭയങ്കര എന്താ പറയാ, ഗൗരിനെ ഓർത്തിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് നമ്മുടെ ശിവന്റെയും പാർവതിയുടെയും ചിത്രം അവിടെ ഇരിക്കുന്നത് കാണുന്നത്. അപ്പൊ വേഗം തന്നെ ഇങ്ങനെ നോക്കിയിട്ട്, ശരിക്കും പറഞ്ഞാല് അത്രയ്ക്ക് ഭക്തിയായിരുന്നു ശിവഭഗവാനോട് നമ്മുടെ ശങ്കറിന്റെ ഏറ്റവും വലിയ മൂർത്തിയായിരുന്നു. വടക്കുനാഥൻ എന്ത് പറഞ്ഞാലും ശങ്കർ കേൾക്കും. ശങ്കറിന് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും വടക്കുനാഥൻ സാധിച്ചു തരും എന്നൊരു വിശ്വാസം ശങ്കറിനുണ്ടായിരുന്നു. പക്ഷേങ്കില് ശങ്കർ ഇപ്പൊ അതേ നോക്കി ഇങ്ങനെ നിൽക്കാണ്. അപ്പോഴാണ് നമ്മുടെ മഹാദേവൻ അങ്ങോട്ടേക്ക് വരുന്നത്. എന്താടാ എടാ കുട്ടിശങ്കരാ, എന്ത് പറ്റിയടാ നിനക്ക് എന്നൊക്കെ ചോദിച്ചാണ് വരുന്നത്. ആഹാ, അച്ഛനോ? സെന്ററില് എന്നെ കൊണ്ടുപോകാനുള്ള പ്ലാൻ ചീറ്റിപ്പോയുള്ള വിഷമത്തിലായിരിക്കും എന്റെ പുന്നാരച്ഛൻ. അയ്യോ,
നമ്മുടെ കുഴുത്തിരും വക്കീലിന്റെ വയറ്റൊരു കുത്തു കൊടുത്തപ്പം ആളങ്ങ് തുറന്നു പറഞ്ഞോന്നേ. അത്രയേ ഉള്ളൂ, സിമ്പിൾ. അപ്പൊ അത് ചിരിച്ചിട്ട്, നീ ഇങ്ങനെ എന്റെ കൺമുന്നില് നശിച്ചു പോണത് കണ്ടു നിൽക്കാൻ എനിക്ക് പറ്റണില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വിചാരിച്ചത്. ഞാൻ നശിച്ച് നാരായണക്കല്ലെന്ന് എടുക്കരുതെന്ന് അച്ഛൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ടോ എന്ന് ചോദിച്ചു. എടാ കുട്ടിശങ്കര, നീ എടാ എന്റെ 3 മക്കളിലെ ഏറ്റവും കൂടുതൽ ഞാൻ സ്നേഹിച്ചതേ നിന്നെയാ. അത് നിനക്ക് അറിയാവുന്ന കാര്യമായിരിക്കും അല്ലേടാ. ആ നീയാ എന്നെ മുഖത്ത് നോക്കി ഇപ്പൊ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. സ്നേഹത്തിന്റെ കണക്കല്ല ഞാൻ ചോദിച്ചത്. എന്നെ രക്ഷിക്കണം എന്ന അച്ഛന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹമുണ്ടോ എന്നാ ഞാൻ ചോദിച്ചത്. എന്താ അച്ഛനൊന്നും മിണ്ടാത്തത്? എന്റെ പൊന്നു മോനെ, എടാ നിന്നെ രക്ഷിക്കാൻ വേണ്ടിട്ട് ഈ അച്ഛൻ എന്തുട്ടാ ചെയ്യേണ്ടതെന്ന് നീ പറയടാ. പറഞ്ഞോ? സത്യം തുറന്നു പറയാനായിട്ട് അച്ഛനൊന്ന് തയ്യാറാവണം. അച്ഛന്റെ ഈ മോൻ രക്ഷപ്പെടും. സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. എന്റെ പെണ്ണ് ഗൗരിയുടെ കയ്യില് കള്ളനോട്ട് എങ്ങനെ എത്തിയെന്ന് കോടതിയിൽ തുറന്നു പറയാൻ അച്ഛൻ റെഡിയാണോ എന്ന് ചോദിച്ചു. അച്ഛനെ കൊണ്ട് അത് പറ്റുമോ? ഇല്ലെങ്കിൽ പിന്നെ എന്റെ അച്ഛൻ ഈ കുട്ടിശങ്കരനെ ഓർത്ത് വെറുതെ അധികമായിട്ടൊന്നും ഒന്ന് വേദനിക്കാൻ നിക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞു. എടാ നിന്റെ അച്ഛൻ ഈ ചാരങ്ങാട്ട് മഹാദേവനെ വെറും ഒരു കള്ള കച്ചവടക്കാരൻ മാത്രമല്ല, ഒരു കേരളത്തിലെ പ്രമുഖനായിട്ടുള്ള ഒരു സാമുദായിക നേതാവ് കൂടിയാണ്. അത് നിനക്കറിയാലോ. അതുകൊണ്ട് സാമുദായിക നേതാവായിട്ടുള്ള ഈ ചാരങ്ങാട്ട് മഹാദേവനെ കള്ളനോട്ട് കേസിലെ എങ്ങനെയാടാ നിന്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് സാക്ഷി പറയാ? നീ ഒന്ന് പറഞ്ഞേ കേൾക്കട്ടെ എന്ന് പറഞ്ഞു. ഓഹോ, ഞാൻ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ അതോടെ തീർന്നില്ലേടാ നമ്മുടെ സമുദായവും. അതിനകത്ത് പിന്നെ എനിക്ക് എന്താടാ? പിന്നെ അത് മാത്രമല്ല, സമുദായത്തിന്റെ ഗതി എന്തുട്ടായിരിക്കും? എന്റെ രാഷ്ട്രീയ ഭാവി അതെന്തായിരിക്കും എന്ന് ചിന്തിച്ചോ? എല്ലാം തവിട് പൊടിയാവും. അപ്പോ അച്ഛൻ എന്നെക്കാളും എന്റെ ഗൗരിയെക്കാളും അവളുടെ വയറ്റി വളരുന്ന അച്ഛന്റെ പേരക്കുട്ടിയെക്കാളും വലുതല്ലേ അച്ഛന്റെ രാഷ്ട്രീയവും അച്ഛന്റെ സാമുദായിക സംഘടനയും ഒക്കെ? കുട്ടിശങ്കര, രാഷ്ട്രീയം എന്ന് പറഞ്ഞാല് അത് നമ്മൾ പുറമെ നിന്ന് കാണുന്നത് പോലെ അത്ര എളുപ്പമൊന്നും അല്ലട്ടോ. അത്ര എളുപ്പമല്ല മോനെ. പോലും ചില സത്യങ്ങൾ നമുക്ക് വിളിച്ചു പറയാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. ചാരങ്ങാട്ട് മഹാദേവൻ എന്നുള്ള ഈ വിഗ്രഹം ഉണ്ടല്ലോ, അത് ഉടയാണ്ടിരിക്കേണ്ടത് എന്തിന് നമ്മുടെ സമുദായത്തിന്റെ മാത്രമല്ല കേട്ടോ, ഈ കേരള രാഷ്ട്രീയത്തിന്റെ കൂടെ ആവശ്യമാണ്. അതറിയോ നിനക്ക്? ഈ അച്ഛനോടെ വാശി കയറി ജയിക്കാനായിട്ട് നീ നോക്കണ്ട എന്ന് പറഞ്ഞു. ഈ അച്ഛനോട് വാശി കയറി ജയിക്കാനായിട്ട് സ്വയം നശിക്കാനും ശ്രമിക്കണ്ട. അങ്ങനെ നീ ശ്രമിച്ചാൽ നിന്റെ ഈ ആരോഗ്യം നശിപ്പിക്കാം എന്നല്ലാണ്ട് വേറെ ഒരു പ്രയോജനമില്ല. ഈ വാശി കൊണ്ട് നിന്റെ പെണ്ണ് ഒരിക്കലും രക്ഷപ്പെടാൻ പോകുന്നില്ല. അതാദ്യം നിങ്ങളൊന്ന് മനസ്സിലാക്കിക്കോ എന്ന് പറഞ്ഞു. അതെ, നീ ഒന്ന് മനസ്സിലാക്കി വെച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് മഹാദേവൻ അങ്ങ് ഇറങ്ങിപ്പോയി. അപ്പൊ കുറച്ചു നേരം ആള് ചിന്തിച്ചു, ഇതെന്താ ചാരങ്ങ മഹാദേവനും ഇങ്ങനെ പറഞ്ഞത് എന്ന്. എന്നിട്ട് ആളിങ്ങനെ കിടക്കുകയാണ്. പിന്നെ കമഴുന്നത് വേണിനെയും ശ്യാമിനെയാണ്. അപ്പൊ രണ്ടുപേരും കോടതിയിൽ എത്തിയിരിക്കുകയാണ്. പ്രൊഫസറെ, നമ്മൾ കോടതി വന്നിട്ട് കുറെ നേരമായോ? അല്ല, എനിക്ക് വെപ്രാളം കൊണ്ട് തോന്നായിരിക്കുമോ എന്ന് ചോദിച്ചു. കോടതി തുടങ്ങാൻ സമയമാവുന്നതേ ഉള്ളൂ വേണിമോളെ എന്ന് പറഞ്ഞു. ആ രാജേന്ദ്രൻ ദേണ്ട. അപ്പൊ രാജേന്ദ്രൻ അവിടെ ഇറങ്ങി വരികയാണ് കേട്ടോ. ശ്യാമേ, നമ്മള് കോടതി തുടങ്ങിയിട്ടുണ്ട്, അകത്തേക്ക് വന്നോളും. ആദ്യം വിളിക്കണത് നമ്മുടെ കേസാണ്, കേറി വാ എന്ന് പറഞ്ഞു. അപ്പൊ ശ്യാമ ഇവിടെ നിൽക്കുകയാണ് കേട്ടോ. എന്താടോ, എന്താ തനിക്കൊരു ടെൻഷൻ? രാജേന്ദ്ര, ഇന്നെങ്കിലും അവന് ജാമ്യം കിട്ടുമായിരിക്കും അല്ലേ? തനിക്ക് എന്നെ വിശ്വാസമില്ലേ എന്ന് ചോദിച്ചു. വിശ്വാസമില്ലാഞ്ഞിട്ടല്ല രാജേന്ദ്ര, മറ്റൊന്നും കൊണ്ടല്ല. ഒരു കാര്യത്തിൽ മാത്രമേ എനിക്ക് പേടിയുള്ളൂ. ഞങ്ങളുടെ ആ ദൗർഭാഗ്യത്തിലെ എനിക്ക് പേടിയാ എന്ന് പറഞ്ഞു. ആ ഒരു കാര്യത്തിലാണ് എനിക്ക് പേടി, അത് മാത്രം എനിക്ക് പേടി. എന്നിട്ട് ശ്യാമ നിന്ന് കരയാണ് കേട്ടോ. 2 മക്കളും ഇപ്പൊ ജയിലിലാടോ. അങ്ങനെ ഒരു അച്ഛന്റെ അവസ്ഥ താനൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇത്രയ്ക്ക് ഭാഗ്യം കേട്ട ഒരു അച്ഛൻ വേറെ എവിടെയെങ്കിലും കാണുവോടോ രാജേന്ദ്ര? പറയ എന്ന് പറഞ്ഞ നിന്ന് കരയുന്നു. അപ്പോഴേക്ക് വേണി നോക്കിയിട്ട്, പ്രൊഫസറെ, എന്താ പ്രൊഫസറെ ഇത് എന്ന് ചോദിച്ച് കണ്ണാടിയൊക്കെ ഉരുട്ട് പ്രൊഫസറുടെ കണ്ണൊക്കെ തൂക്കത്ത് കൊടുക്കാണ് കേട്ടോ. പ്രൊഫസറല്ലേ ഞങ്ങളുടെ ധൈര്യം. എന്നിട്ട് പ്രൊഫസർ കരയാണോ? കരയല്ലേ എന്നൊക്കെ പറഞ്ഞ് ആൾ ആശ്വസിപ്പിക്കുകയാണ്. അപ്പം രാജേന്ദ്രൻ അവിടെ ഇങ്ങനെ നോക്കി നിപ്പണ്ട ഈ സങ്കടമൊക്കെ കണ്ടിട്ട്, ദേ ഒരു കാര്യം ഉണ്ട് കേട്ടോ പ്രൊഫസറെ,
നമ്മുടെ വേദനയും സങ്കടവും ഒക്കെ ദൈവം കാണുന്നുണ്ട് പ്രൊഫസറെ. അതോർത്ത് പ്രൊഫസർ വിഷമിക്കല്ലേ. അങ്ങനെ കൈവിട്ട് കളയൊന്നുമില്ല അല്ലേ വക്കീലെ എന്ന് ചോദിച്ചു. അപ്പൊ വക്കീലൊന്നും മിണ്ടിയില്ല, തലയാട്ടിയത് മാത്രമേ ഉള്ളൂ. എന്നിട്ട് ശ്യാമേ, എടോ, നമ്മള് തമ്മില് വർഷങ്ങളുടെ ബന്ധമുണ്ട്. എന്താ, എന്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തിനെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയുന്നതല്ല കേട്ടോ. ദേ, ഈ കയ്യിലിരിക്കുന്ന ഫയല് കണ്ടോ? അക്ഷരങ്ങളിലും അക്കലങ്ങളിലും കോരിയിട്ട സത്യമാണ് ദേ എന്റെ ഈ കയ്യിലിരിക്കണത്. അത് തനിക്ക് മനസ്സിലായോ? ഒരു ബാങ്ക് കാണിച്ച അനീതിയുടെ ചരിത്രം അതാണ്. ഇനി ഇതിലെ പൊള്ളുന്ന സത്യങ്ങളെ കണ്ടില്ല എന്ന് നടിക്കാനായിട്ട് ഒരു കോടതിക്കും കഴിയില്ലടോ. താൻ ധൈര്യമായിട്ട് വാ. ഞാനാ പറയുന്നത്, ഈ രാജേന്ദ്രനാ പറയുന്നത്. മനസ്സിലായോ തനിക്ക്? ഇന്ന് ആദർശിനെ ഇന്ന് ഞാൻ പുറത്ത് കൊണ്ടുവന്നിരിക്കും എന്ന് ഉറപ്പിച്ച് തന്നെ വക്കീൽ പറഞ്ഞു കേട്ടോ. താൻ ധൈര്യമായിട്ട് വാടോ എന്ന് പറഞ്ഞു. അപ്പൊ വേണിങ്ങനെ നോക്കിയിട്ട് മോളെ വാ എന്ന് പറഞ്ഞു ശ്യാമ. പ്രൊഫസറെ, അത് പിന്നെ നിങ്ങൾ പോയിക്കോട്ടോ, ഞാൻ അങ്ങോട്ട് വരണില്ല. അതെന്താ മോളെ അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിച്ചു. വരുന്നില്ലാത്ത എന്താ കാരണം? അതെന്നെ, മറ്റൊന്നും കൊണ്ടല്ലോ പ്രൊഫസറെ, ഞാൻ അങ്ങോട്ട് വന്നാലേ ശരിയാവില്ല, അതുകൊണ്ടാ. എന്ത് പറ്റി മോളെ നിനക്ക് എന്ന് ചോദിച്ചു. ആദർശ് പുറത്തിറങ്ങണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് നീ ആയിരുന്നില്ലേ? പിന്നെ എന്താ നിനക്ക് പറ്റിയത്? പിന്നെ നീ വരുന്നില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാ എന്ന് ചോദിച്ചു. പ്രൊഫസറെ, മറ്റൊന്നും കൊണ്ടല്ല കേട്ടോ പ്രൊഫസറെ എന്ന് പറഞ്ഞു. എല്ലാണേലും എല്ലാ തവണയും വലിയ പ്രതീക്ഷയോട് കൂടി തന്നെയാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. ഇത്തവണയും കൂടി നമ്മൾ തോറ്റു പോയാലേ ഇനി എനിക്കത് സഹിക്കാൻ പറ്റണമെന്ന് തോന്നുന്നില്ല. ഞാൻ കോടതിയാണെന്ന് പോലും നോക്കാതെ ചിലപ്പോ ഞാൻ വാ വിട്ട് കരഞ്ഞു പോകും. അതുകൊണ്ട് എന്തിനാ വെറുതെ ഞാൻ എല്ലാവർക്കും ഒരു മാനക്കേടുണ്ടാക്കുന്നത്? ഞാൻ എന്തൊക്കെ കാണിക്കാന്ന് എന്തെങ്കിലും വിവരക്കേട് ചെയ്തു പോവോന്ന് എനിക്ക് നല്ല പേടിയുണ്ട് പ്രൊഫസറെ. അതുകൊണ്ടാട്ടോ ഞാൻ വരുന്നില്ല, ഞാൻ അകത്തേക്ക് വരുന്നില്ല എന്ന് പറഞ്ഞത്. ഞാൻ ഇവിടെ ഇരുന്ന് ആദർശേട്ടന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചോളാം പ്രൊഫസറെ, നിങ്ങൾ ചെല്ല് വിളിച്ചിട്ട് വേണി ധൈര്യമായിട്ട് വാ എന്ന് പറഞ്ഞു. അപ്പൊ ശ്യാം പറഞ്ഞു, വേണ്ട രാജേന്ദ്ര, അവള് ഇവിടെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞു. വേണി അത് വെറുതെ നിർബന്ധിക്കാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞു. മറ്റൊന്നുമല്ല, ആദർശിന് വേണ്ടിയിട്ട് അവൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചോട്ടെ, അവൾ ആഗ്രഹിക്കുന്നില്ലേ അത് തന്നെ അവള് ചെയ്യട്ടെ, അങ്ങനെ ചെയ്യട്ടെ എന്ന് പറഞ്ഞ ഇവര്, മോളെ നീ ഒന്നും പ്രതീക്ഷിക്കണ്ട, എന്താണെങ്കിലും ഒരു പ്രതീക്ഷയുണ്ട്, വിധി എന്താണെന്നൊന്നും നമുക്കറിയില്ലല്ലോ, മോൾ എന്താണേലും പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞിട്ട് ശ്യാമും വളരെ വക്കീലൂടെ അകത്തേക്ക് കയറിപ്പോയി. അപ്പൊ വേണി പുറത്തിരുന്ന ആളാകെ സങ്കടത്തിലും വിഷമത്തിലും ഒക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ കാണുന്നത് നമ്മുടെ ശങ്കറിനെയാണ്. അപ്പൊ ശങ്കർ പൂസൊക്കെ ഇറങ്ങി ആള് കിടന്ന് ഉറങ്ങിയിട്ട് ചാടി എഴുന്നേക്കുമ്പോ ഒരു വലിയൊരു കുപ്പിയാണ് കാണുന്നത്. അപ്പൊ കമല കൈ പിടിച്ചോണ്ടിരിക്കുകയാണ്. പൊട്ടിച്ചിട്ടില്ല. അതെ, പൊട്ടിക്കാത്ത കുപ്പിയാ, പൊട്ടിക്കാം. പിന്നെ നിനക്ക് എന്താ വേണ്ടത്? സോഡയാണോ അതോ വെള്ളമാണോ? വെള്ളമാണെങ്കിൽ ഇവിടെ ഉണ്ട്, സോഡയാണെങ്കിൽ പണിക്കാരെ വിട്ട് നമുക്ക് പുറത്തുനിന്ന് വാങ്ങിപ്പിക്കാം. ശേഖരേട്ടൻ കുടിക്കുന്ന രീതി അതെനിക്കറിയാം, പക്ഷെ നിന്റെ രീതി അതെനിക്കറിയില്ല ശങ്കറെ, അതുകൊണ്ട് ഞാൻ ചോദിച്ചു എന്ന് മാത്രം. കമലടത്തി ഉപദേശമാണെങ്കിൽ വേണ്ടട്ടോ എന്ന് പറഞ്ഞു. എന്റെ അച്ഛന് എന്നെ ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുവന്നാക്കണം. പിന്നെ അജിത്തും ജോജുവും എന്നോട് പറഞ്ഞത് അവരുടെ ഏട്ടത്തി അമ്മയോട് എനിക്ക് ഒരു സ്നേഹമില്ലെന്നാ അവര് പറയണത്. അപ്പൊ എനിക്ക് കമലടത്തിക്ക് ഇനി എന്താ പറയാനുള്ളത്? പറഞ്ഞോ, ഞാൻ കേക്കാം. അത് ഞാൻ കേക്കാട്ടോ. ഓഹോ, അപ്പോ എനിക്ക് പറയാനുള്ളത് കേൾക്കാൻ നീ തയ്യാറാണ് അല്ലേ ശങ്കർ? അപ്പൊ എന്നിട്ട് എല്ലാവർക്കും എന്നെ ഉപദേശിച്ച് ഇപ്പൊ നന്നാക്കണം, അത്രയല്ലേ ഉള്ളൂ. നന്നാക്കിക്കോ. ആര് പറഞ്ഞു? ഈ ശങ്കർ മഹാദേവനുണ്ടല്ലോ, പഴകി തൂരുമ്പെടുത്ത് നശിച്ചു പോയി കഴിഞ്ഞിരിക്കുന്നു. ഇനി അത് പറഞ്ഞാല് ആർക്കെങ്കിലും മനസ്സിലാവണ്ടേ എന്റെ കമലടത്തി? ശങ്കർ, നിന്റെ ഗൗരി ഒരിക്കൽ പോലും ജയിലിൽ നിന്ന് പുറത്തിറങ്ങരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് ഈ വീട്ടിൽ തന്നെ ഉണ്ടാകും. പക്ഷെ ഗൗരിയെ പ്രാണന് തുല്യം സ്നേഹിക്കുന്നു എന്ന് നാഴികയ്ക്ക് 40 വട്ടം പറയുന്ന നീയും അവർക്കൊപ്പം തന്നെയാ ശങ്കർ നീ ഇപ്പൊ നിൽക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ ശങ്കർ ഇങ്ങനെ നിൽക്കുകയാണ് അതിശയത്തോടെ. ഇത് കുടിച്ചാ നിന്റെ എല്ലാ പ്രശ്നങ്ങളും മാറും അല്ലടാ, എന്നാ പിന്നെ നീ കുടിക്ക് ശങ്കർ എന്ന് പറഞ്ഞ ഒരു ഗ്ലാസ് എടുത്ത് എല്ലാം സെറ്റാക്കി ശങ്കറുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് കമല. കുടിക്കടാ, നീ കുടിക്ക്, എന്താ കുടിക്കാതിരിക്കുന്നത്? നീ വേഗം തന്നെ കുടിക്ക് എന്ന് പറഞ്ഞ് കൈ പിടിപ്പിച്ചങ്ങ് കൊടുത്തു. അപ്പം എന്താ ചെയ്യേണ്ടത് എന്നിങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ. കുറച്ചു നേരം നിന്നിട്ട്, എന്നാ നീ കുടിക്കുന്നില്ലേ ശങ്കർ? എന്നാ നീ മിണ്ടാതിരിക്കുന്നത്? മതിയാവോളം നീ കുടിച്ച് മരിക്ക്, എത്ര കുപ്പി വേണമെങ്കിലും നീ കുടിച്ചോ. മനസമാധാനം കിട്ടണ്ടേ നിനക്ക്?
നിനക്ക് ഇത് കഴിച്ച നിനക്ക് നിന്റെ കുഞ്ഞിനെ എന്താ പറയാ വയറ്റി ചുമക്കുന്ന ആ പാവം പെണ്ണ് ജയിലിൽ കിടന്ന് നരകിക്കാം. എപ്പോഴെങ്കിലും നീ ഓർക്കാറുണ്ടോ? നീ എന്തിനത് ഓർക്കണം അല്ലേ ശങ്കർ? അവളുടെയും കുഞ്ഞിന്റെയും ഓർമ്മകൾ മറക്കാനായിട്ട് നിനക്ക് കുടിച്ചാൽ മാത്രം മതിയല്ലോ അല്ലേ? വേറെ ഒന്നും വേണ്ടല്ലോ. ബോധം നശിക്കുന്നത് വരെ കുടിക്കണം. എന്നിട്ട് ബോധം വരുമ്പോ പിന്നെയും നീ കുടിക്കണം. അങ്ങനെ തന്നെ ചെയ്യണം ശങ്കർ. അല്ലാതെ മറ്റൊന്നും നിനക്ക് ഓർക്കേണ്ട ഒരു കാര്യമില്ലല്ലോ ശങ്കറെ. നീ താലി കിട്ടിയ നിന്നെ മാത്രം വിശ്വസിച്ച് നിന്റെ കൂടെ ജീവിക്കാൻ വന്ന ആ പാവം പെണ്ണിനെ ശരിക്കും ജയിലിൽ നിന്ന് രക്ഷപ്പെടുത്താനായിട്ട് നിനക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ നീ എവിടുത്തെ ശങ്കർ ഭായിയാടാ എന്ന് മുഖത്തടിച്ച പോലെ തന്നെ കമല ചോദിച്ചു. ഗൗരിക്കും നിന്റെ കുഞ്ഞിനും വേണ്ടിയിട്ട് എന്തെങ്കിലും നിനക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് നീ ഇപ്പൊ തന്നെ ചെയ്യണം. മനസ്സിലാവുന്നുണ്ടോ? അല്ലെങ്കിൽ ഒരു ഭീരുവിനെ പോലെ നീ ഓർമ്മകളിൽ നിന്ന് ഒളിച്ചോടി നീ ജീവിക്ക്. കുടിച്ച് നീ ചാവ് ശങ്കർ എന്ന് പറഞ്ഞ് കമലയ്ക്ക് കലി പൂണ്ടിട്ട് കമല പറഞ്ഞിട്ട് എഴുന്നേറ്റ് അങ്ങ് പോയി. അപ്പൊ ശങ്കർ ഇതിങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് ഇനി എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പൊ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത് ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സീ യു അഗൈൻ.